കുട്ടിക്കാലത്ത് ജനിച്ച അന്ന് മുതൽ ഞാൻ അർജന്റീൻ്റെ ഒരാളാണ്. അറിയോ? ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു തോൽവി, അതും ഫൈനലിൽ വന്നിട്ട്. കാതിലോലാക്ക് മിന്നണ മൊഞ്ചത്തി പെണ്ണന്റെ രാജകുമാരി, നീലക്കണ്ണിന്റെ നീളനോട്ടത്തിൽ നീനായി മിണ്ടണ്ട മിണ്ടണ്ട കണ്ടവരും മിണ്ടണ്ട, മിണ്ടണ്ട മിണ്ടണ്ട കണ്ടവരും മിണ്ടണ്ട, കണ്ടതും കേട്ടതും കൊണ്ടതും കൊടുത്തതും. ഇപ്പൊ മൂസക്കായി ആയിട്ടൊന്ന് ഒരു ഡയലോഗ് എന്നോട് പറയോ? എന്നോട് പറയണോ? ബൃന്ദേ, ഇപ്പത്തെ സ്ഥിതി എന്ന് വെച്ചാല് ആകെ സങ്കടത്തിലാണ് ഞാൻ. ഇന്നിപ്പോ ശരിക്കും എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരാൻ പാടില്ല. ഇനി അതെന്താ? ഇന്നലത്തെ അർജന്റീന തോൽവി എന്താന്ന് വിചാരിച്ച 3 ഗോളും ജയിക്കും ചാച്ച അർജന്റീന ഒരു ഗോൾ പോലും അടിക്കണ്ട. ആ മെസ്സിന്റെ ഒക്കെ സങ്കടം കണ്ട എന്റെ കുട്ടിയെ സഹിക്കൂല. എന്തൊക്കെ പറഞ്ഞ് ഈ സ്പെയിൻ ഇമ്മാരി കളി കളിക്കും നമ്മൾ വിചാരിച്ചില്ലല്ലോ. ഒരു നിസ്സാരമായിട്ട് കണക്കാക്കിയാണ് നമ്മള്. പക്ഷെ ഒരു നിസ്സാരക്കാരല്ല. പന്ത് കൊടുത്തിലാണ് നമ്മളെ ചെക്കന്മാർക്ക്. പന്ത് കിട്ടാണ്ട് ഒരു മേപ്പട്ട് നോക്കി നടക്കുകയാണ്. അവസാനം ഒരു ഗോളിന് ഓരോന്ന് ജയിച്ച്. മൂസക്കായിക്ക് നല്ല വിഷമമുണ്ട്. നല്ല വിഷമല്ലാണ്ടൊക്കെ എന്തെങ്കിലും പറയണേ. കുട്ടിക്കാലത്ത് ജനിച്ച അന്ന് മുതൽ ഞാൻ അർജന്റീൻ്റെ ഒരാളാണ്. അറിയോ? ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു തോൽവി, അതും ഫൈനലിൽ വന്നിട്ട്. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിങ്ങൾ. സഹിക്കാൻ പറ്റൂല. മൂസക്കായി മെസ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മെസ്സി എന്ന് പറഞ്ഞ മുത്തല്ലേ. ഓന്റെ കൈമിൽ പന്ത് കിട്ടിയാൽ വേറെ ആർക്കും കിട്ടുമോ? ഓ നമ്മള് മുത്താണോ? നമുക്ക് പെറക്കാണ്ട് പോയ മോനാണോ? അത് കറക്റ്റാണ്. ഇത് മെസ്സി 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 ഇത് കേൾക്കണം. പെറക്കാണ്ട് മൂസക്കായുടെ സ്വന്തം മുത്താണ്. വിനോദേട്ടാ, ഇപ്പൊ നമ്മളുണ്ടല്ലോ, ഇപ്പൊ ഈ മൂസക്കായി ശരിക്കും മുന്നിൽ വന്നിരുന്നത് സംസാരിച്ച പോലെ എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞ വിനോദേട്ടനൊന്നല്ല മൂസക്കായി എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ പാട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ രാജകുമാരി എന്ന് പറഞ്ഞൊരു മനോഹരമായിട്ടൊരു പാട്ട് പാടി, മ്യൂസിക്കൽ ആൽബം. എനിക്ക് ഭയങ്കര അത് പാടിയത് ഞാനല്ല കേട്ടോ. പക്ഷെ അതിന്റെ സംവിധാനം അതിനകത്ത് മെയിനായിട്ട് അഭിനയിച്ചതും ഞാനാണ്. പാടിയതിന്റെ ഒരു കൂട്ടുകാരാണ് ഭാനുപ്രകാശ്. അത് ഞങ്ങളുടെ ഒരു കൂട്ടുകെട്ടിന്റെ ഒരു പാട്ടാണ്. ഞങ്ങൾ കോഴിക്കോട് ഒരു ബെൽറ്റ് ഉണ്ട്. എൻ്റെ കൂടെ ഗുരുവായൂരപ്പൻ കോളേജിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച സേതുമാധവൻ, ഭാനുപ്രകാശ്, പിന്നെ ഒരു രൂപേഷ് ആ കോളേജിലല്ല, വേറൊരു കോളേജിലാണ്. ഞങ്ങളൊക്കെ പാട്ടുകാരാ. രൂപേഷ് മ്യൂസിക് ഡയറക്ടറും കൂടിയാണ്. അപ്പോൾ സേതുമാധവനെ എഴുതി, രൂപേഷ് മ്യൂസിക് ചെയ്ത്, ഭാനു പാടി, ഞാൻ അഭിനയിച്ച് സംവിധാനം ചെയ്തൊരു പാട്ടാണത്. അത് ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖിയെ ആസ്പദമാക്കിക്കൊണ്ടാണ് ആ പാട്ട് ചെയ്തത്. അങ്ങനെ പാട്ട് ഞങ്ങൾ മനോഹരമായിട്ട് ചിത്രീകരിച്ചു. അത് യൂട്യൂബിലിട്ട് പിറ്റേ ദിവസം എന്നെ ലാലേട്ടനാണ് വിളിക്കുന്നത്. അടുത്ത ഭാഗ്യം. ലാലേട്ടൻ വിളിച്ചിട്ട്, ലാലേട്ടൻ ഞാൻ ഇങ്ങനെ കാർ ഓടിച്ച് പോകുമ്പോഴേ പെട്ടെന്ന് ലാലേട്ടൻ, അയ്യോ ഞാൻ വേഗം കാറ് സൈഡാക്കിയിട്ട് എന്താണാവോ, ഞാൻ കോവൂരിൻ്റെ ഒരു പാട്ട് ഇപ്പൊ കേട്ടു കോവൂരെ, അയ്യോ അസാധ്യ പാട്ട് കോവൂരെ, എന്ത് രസമായിട്ടാണ് അത് നിങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത്, രാജകുമാരി ആരാണ് എങ്ങനെയാ, പിന്നെ എൻ്റെ കഥകളൊക്കെ പറഞ്ഞു. ഞാൻ കുറച്ചു നേരം സംസാരിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആ പെൺകുട്ടി നല്ല കാസ്റ്റിംഗ് ആണ് ആ കുട്ടിയെ നിങ്ങൾ ചെയ്തത്. കോവൂര് അതിമനോഹരമായിട്ട് ചെയ്തു. ഞാൻ അതിന്റെ ലിങ്ക് എനിക്കൊന്ന് അയച്ചു തരൂ, ആ ലിങ്ക് ഞാനൊന്ന് പ്രിയദർശൻ അയച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. എനിക്കിത് സ്വപ്നമാണെന്നല്ല. ഞാനപ്പം തന്നെ കാര്യം നിൽക്കിയിട്ട് എൻ്റെ ക്രൂവിലുള്ള എല്ലാവരെയും വിളിച്ച് പറഞ്ഞു, എടാ ലാലേട്ടൻ നമ്മളെ പാട്ട് കേട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ, എന്നിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? എവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നത്? ഇതൊക്കെ പെട്ടെന്ന് നടക്കുന്ന സംഭവമല്ലേ. പിറ്റേ ദിവസമായപ്പോഴേക്ക് പ്രിയദർശൻ സാർ വിളിക്കണം, വിനോദ് ഞാൻ കണ്ടു, മനോഹരം ആൽബം എനിക്ക് ലാല അയച്ചു തന്നു എന്ന് പറഞ്ഞു. പിന്നെ ലാലേട്ടൻ വീണ്ടും വിളിച്ചിട്ട് ആ പെൺകുട്ടിയുടെ നമ്പർ തരും വിനോദ്, ഞാൻ ആ കുട്ടിയെ വിളിച്ചൊന്ന് അപ്രീഷിയേറ്റ് ചെയ്തിട്ട്. അപ്പോൾ കാടാമ്പുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിയെ ഞാൻ 13 കുട്ടികളെ ഇന്റർവ്യൂ ചെയ്തിട്ടാണ് ആ കുട്ടീനെ സെലക്ട് ചെയ്യണം, അവള് വേണം എന്ന്. അങ്ങനെ ലാലേട്ടൻ ആ കുട്ടീനെ ആദ്യമായിട്ട് അഭിനയിക്കണം അവളുടെ ഒരു സന്തോഷം അതിലുപരി. പിന്നെ അവളെ മഞ്ജു വാര്യർ വിളിച്ചു, ലാലേട്ടൻ ഇത് മഞ്ജു വാര്യർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ ഭയങ്കര ചർച്ചാ വിഷയമായി ഈ ഒരു മ്യൂസിക്കൽ ആൽബം രാജകുമാരി. കാതിലോലാക്ക് മിന്നണ മൊഞ്ചത്തി പെണ്ണന്റെ രാജകുമാരി, നീലക്കണ്ണിന്റെ നീളനോട്ടത്തിൽ നീനായി തേന്നിലാവ്, കാതിലോലാക്ക് മിന്നണ മൊഞ്ചത്തി പെണ്ണന്റെ രാജകുമാരി. വളരെ രസമുള്ള പാട്ടാ അത്. ഭാനുപ്രകാശും ബെൻസിയും കൂടിയാണ് പാട്ട് പാടി. ബെൻസി എന്ന് സിംഗറുണ്ട് കോഴിക്കോടുള്ള. ഞാനും കബീറും ഈ പെൺകുട്ടിയാണ് സീനിൽ അഭിനയിച്ചിരിക്കുന്നത്. അത് ശരിക്കും ഒരു സിനിമ പോലെയാണ് അത്, ആ മ്യൂസിക്കൽ ആൽബം. അതും വലിയൊരു ഭാഗ്യമാണ്.
അല്ല നേരത്തെ മമ്മൂക്കയുടെ പറഞ്ഞ പോലെ തന്നെ അതെ. ലാലേട്ടൻ പ്രത്യേകിച്ച് പാട്ടിന് ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അത് വെറുതെ അല്ല ഈ വെറുതെ അല്ല, പാട്ട് ഇങ്ങനെ സത്യം. പറയാനുള്ള ഒരു കാരണം. അത്ര എന്നിട്ട് മനോഹരം. ലാലേട്ടൻ ആ കുട്ടീനെ ലാലേട്ടൻ്റെ അടുത്തൊരു പടത്തിലേക്ക് കാസ്റ്റ് ചെയ്യുവരെ ചെയ്തു. പക്ഷെ ആ കുട്ടി പിന്നെ ഒരു സൈസ് പോരാ, വളരെ ചെറിയ കുട്ടിയായി പോയതുകൊണ്ട് മാറിയതാണ്. പിന്നെ അതിനുശേഷം ഞാൻ ലാലേട്ടൻ്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയപ്പോഴും ലാലേട്ടൻ ആ ലൊക്കേഷനിൽ വെച്ചിട്ടും ലാലേട്ടൻ ഈ പാട്ടിനെ കുറിച്ച് ഇങ്ങനെ ഞാൻ പാടി, ലാലേട്ടന് വേണ്ടി ഞാൻ പാടി കൊടുത്തു. അങ്ങനെയൊക്കെ ഉണ്ടായി. അല്ല ഈ ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയും, ഇപ്പൊ മമ്മൂക്കായാലും ലാലേട്ടനായാലും പണ്ട് നമ്മുടെ കുറെ താരങ്ങളുടെ ഇവരൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരാളെ നമ്മൾ പറയാൻ ഒരു മടി കാണിക്കാത്ത കൂട്ടത്തിലുള്ള ആളുകളാണ്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു ലൈഫിൽ കിട്ടുന്ന വലിയൊരു അംഗീകാരം തന്നെയാണ്. അതുപോലെ തന്നെ നെഞ്ചിയമ്മയുടെ പാട്ട് നമ്മൾ അയ്യപ്പനും കോശിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നതാണ്. നെഞ്ചിയമ്മയുടെ ഒരു കൂടെ ഒരു പാട്ടുണ്ടായിരുന്നു, അതും അതിമനോഹരമായിരുന്നു. ആ പാട്ടിനെ കുറിച്ചൊക്കെ എന്താണ് പറയുന്നത്? സ്റ്റേഷൻ 5 എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ആ പാട്ട് പാടിയത്. എൻ്റെ ഡയറക്ടർ പിന്നെ പ്രശാന്ത് കാനത്തൂര്, അതിൻ്റെ കൺട്രോളറായിട്ടുള്ള സാദിഖ്. അപ്പോൾ എനിക്കൊരു വേഷം ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞ സിനിമയിൽ. പിന്നെ എന്നോട് ഡയറക്ടർ വിനോദ് ഇതിനകത്തൊരു നാടൻ പാട്ടുണ്ട്, നെഞ്ചിയമ്മയാണ് പാടുന്നത്. നെഞ്ചിയമ്മയുടെ പാട്ടാണ്, പക്ഷെ നെഞ്ചിയമ്മ പാടുന്ന നെഞ്ചിയമ്മയുടെ അവിടുത്തെ അതേ ലാംഗ്വേജാണ്. അപ്പം അത് നമ്മൾ അതിനെ മലയാളിവൽക്കരിച്ചിട്ട് വിനോദും പാടണം, നമുക്കൊരു ഡിവറ്റ് സോങ് ആക്കാന്ന് പറഞ്ഞു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞ പാട്ടൊക്കെ അയച്ചു വന്ന് പഠിച്ചു. ഞാൻ നെഞ്ചിയമ്മ വന്നു, നെഞ്ചിയമ്മനെ ആദ്യമായിട്ട് കാണുകയെന്ന് കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പാട്ട് പാടിയപ്പോൾ നെഞ്ചിയമ്മയ്ക്ക് ഇളകാനൊന്നും വയ്യ, ഇങ്ങനെ നിന്ന് പാടുള്ളൂ. അപ്പം ഞാനിങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ ഇളക്കുകയാണ് നെഞ്ചിയമ്മയെ. അങ്ങനത്തെ ഒരു പാട്ടാണ്, നല്ല മൂട. ആ പാട്ട് തുടങ്ങുന്നത് നെഞ്ചിയമ്മയുടെ അവിടുത്തെ ആ ലാംഗ്വേജിലാണ്. കേളി കേളിക്കുമ്പ മൂപ്പത്തിക്ക് 3 കുമ്പ, കേളി കേളിക്കുമ്പ മൂപ്പനേക്ക് 3 കുമ്പ, ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പൊ ഞാൻ അതിന്റെ മലയാളി വേഷം കുമ്പേ കോയി കയറി കൊത്തിപ്പറിക്കാനുണ്ട്, കോയിക്കും കുട്ടികൾക്കും തിന്നാനോ തീറ്റ വേണം, ചൂണ്ടയിട്ടിരുന്ന് കൊത്ത കോലിയൊന്ന് ചാറ് വെക്കാൻ കുടങ്കള്ള് തായന്റെ പടച്ചാരേ. ഇങ്ങനെ സാധനമായിരുന്നു പാട്ട്, ഭയങ്കര രസമായിരുന്നു കേട്ടോ. അല്ല നെഞ്ചമ്മയുടെയും രണ്ടുപേരും കൂടി കൂടുമ്പോൾ ഒരു എന്താ പറയാ ഒരു പൊളിക്കലുണ്ട്. അതായിരുന്നു ശരിക്കും ആ പാട്ട് എന്ന് പറയുന്നത്. ആ പാട്ട് അടിപൊളി ഒരു പാട്ട് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ എനിക്ക് ഓർമ്മ വരുന്നില്ല, ആ പാട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. പണ്ട് കോഴിക്കോട് താമരശ്ശേരിയിൽ ഈ SLCക്ക് പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ അടിപിടി ഉണ്ടായിട്ട് ഒരു പയ്യൻ മരിച്ചുപോയി. അപ്പോൾ അർഷാദ് എന്നിട്ട് പയ്യൻ. അപ്പൊ ആ പയ്യൻ മരിച്ചത് ഭയങ്കര സങ്കടമായി. കാരണം ആ വീട്ടുകാരുടെ ഒരു സങ്കടം ഭയങ്കര ഒറ്റ മോനായിരുന്നു, ആൺകുട്ടി. അപ്പം കുട്ടികളുടെ ഒരു പകപോക്കലാണേ, കൊല്ലും ഞാൻ അവന്റെ കണ്ണ് ഞാൻ ചൂഴ്ന്നെടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവനെ മർദ്ദിക്കുന്നത്. അങ്ങനെ കുട്ടി മരിച്ചു വേണം. അപ്പൊ ആ കുട്ടിയെ ആ ഒരു സംഭവം ആസ്പദമാക്കിയിട്ട് ഞാനൊരു പാട്ട് പാടിയിരുന്നു. അതെന്റെ കൂട്ടുകാരൻ സേതുമാധവൻ എഴുതിയൊരു വരിയാണ്. എൻ്റെ കൂട്ടുകാരൻ ട്യൂൺ ചെയ്ത് ഞാൻ പാടിയൊരു പാട്ട്. ആ പാട്ട് ഇതുപോലെ ഇങ്ങനത്തെ ഈ പ്രായത്തിൽ നിന്ന് മക്കളെ സ്നേഹമാണ് വേണ്ടത്, അല്ലാതെ പിന്നെ ഇങ്ങനെ കടിച്ചു കയറി ചെയ്യരുത്, പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലുള്ള ഒരു പാട്ട്. അതും നന്നായിട്ട് ആളുകളുടെ ഈ കുട്ടികളുടെ ഇടയിലൊക്കെ നന്നായിട്ട് ബോധവൽക്കരണം പോലെ പോരുന്നു. അങ്ങനെ കുറെ ഈ സിറ്റുവേഷൻ അനുസരിച്ച് പാട്ടുണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല വിനോദേട്ടന്റെ ഓരോ പാട്ടിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് കൊടുക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇത്രയും പാട്ടുകളൊക്കെ ഈ ആളുകളുടെ മനസ്സിൽ ഇത്രയും ഇടപെടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ചെറിയൊരു ടാസ്ക് തരാട്ടോ വിനോദേട്ടൻ. അതുകൊണ്ട് പാട്ട് പാടുന്നതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഇമോഷൻസ് പറയാം. അപ്പൊ ഇമോഷൻ അനുസരിച്ചിട്ട് ഒരു ഓർമ്മ വരുന്ന ഒരു പാട്ട് പാടണം വിനോദേട്ടൻ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മളിപ്പോ കുറച്ച് വിരഹമൊക്കെ ആണല്ലോ പറഞ്ഞത്, ഒരു ഹാസ്യം എന്ന് പറയുമ്പോ ഏത് പാട്ട് ഓർമ്മ വരുന്നത്? ഹാസ്യം എന്ന് പറയുമ്പോ മിണ്ടണ്ട മിണ്ടണ്ട കണ്ടവരും മിണ്ടണ്ട, മിണ്ടണ്ട മിണ്ടണ്ട കണ്ടവരും മിണ്ടണ്ട, കണ്ടതും കേട്ടതും കൊണ്ടതും കൊടുത്തതും കിട്ടിയതും കൊണ്ട് പുഞ്ചച്ചെളി മണ്ണിൽ കെട്ടിമറിഞ്ഞതും മിണ്ടണ്ട, മിണ്ടണ്ട മിണ്ടണ്ട കണ്ടവരും മിണ്ടണ്ട, മിണ്ടണ്ട മിണ്ടണ്ട കണ്ടവരും മിണ്ടണ്ട. ഓ ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി പാട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ലാസ്യം എന്നൊക്കെ പറയുമല്ലോ, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോ തന്നെ നമുക്കൊരു നാണൊക്കെ ആവുന്ന ഒരു തരത്തിലുള്ള ഒരു പാട്ട് പാടാൻ പറഞ്ഞ ഏതായിരിക്കും? നിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു അയ്യാ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ, കണ്ടില്ലേ കിന്നാരം പറയുന്നൊരാള് അയ്യാ ഇല്ലിക്കാടടി മുടിയിലയണ കുളിരല പോലെ. അതും അതിമനോഹരമായിട്ടൊരു പാട്ടാണ്. ഇപ്പൊ നമുക്ക് എപ്പോഴും ഒരു സന്തോഷിക്കാനാണ് ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ. ഒരു സന്തോഷം വരുമ്പോ ഏത് പാട്ടായിരിക്കും പാടുക? സന്തോഷം വരുമ്പോ ഉന്നം മറന്നതെന്നിപ്പറന്ന പൊന്നുങ്കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരളിനകത്ത് ചില്ലിട്ടടച്ചതല്ലേ വെറുതെ
കോലം തല്ലും മനസ്സേ നേരം പഠിച്ച് മറന്നുപോയി. പിന്നെ പക്ഷെ നല്ല പാട്ടാണത്. അത് ഈ പറഞ്ഞ പോലെ നമുക്കൊക്കെ സന്തോഷം തരുന്ന പാട്ടാണ്. പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വിരഹം പാട് ഇഷ്ടമുള്ള ഒരാളും കൂടിയാണല്ലോ. സിനിമയിൽ ഏറ്റവും കൂടുതൽ വിരഹം എന്ന് ഓർമ്മ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വിഷമം വരുന്ന ഒരു പാട്ട് ഏതായിരിക്കും? തേങ്ങും എന്നുള്ളം അറിയാതെ തേങ്ങും തേങ്ങലിൻ കൂട്ടായി കണ്ണീരു മാത്രം, കൂട്ടായി കണ്ണീരു മാത്രം. ആത്മാവിൻ വേദന കാണാൻ നീ എവിടെ? കാണാത്ത ദൂരം പറന്നകന്നില്ലേ? നിന്നെ കുറിച്ചുള്ള ഓർമ്മകളെന്നും അറിയാതെ പറയാതെ കണ്ണുനീർ പറയും. തേങ്ങും എന്നുള്ളം അറിയാതെ തേങ്ങും തേങ്ങലിൻ കൂട്ടായി കണ്ണീര് മാത്രം, കൂട്ടായി കണ്ണീര് മാത്രം. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഇമോഷണൽ ഈ പാട്ട് കേട്ട സമയത്ത്. അതാണ് കുഴപ്പം. അതുപോലെ തന്നെ എല്ലാവരുടെ ഉള്ളിലും ഒരു കാമുകരോ അല്ലോ കാമുകയോ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ റൊമാൻറ്റിക് സോങ്സ് എപ്പോഴും നമുക്ക് ഇഷ്ടമായിരിക്കും. അപ്പൊ റൊമാൻറ്റിക് സോങ് പാടാൻ പറഞ്ഞ ഏത് പാട്ടായിരിക്കും? കല്ലായി കടവത്തെ അതല്ല പണ്ട്. പട്ടുറുമാല് വേണ്ട, അത്തറിൻ മണം വേണ്ട, നെഞ്ചിലെ ചൂട് മാത്രം മതിയെനിക്ക്. കടവത്ത് തോണിയിറങ്ങാൻ, കരിവള കൈ പിടിക്കാൻ, അത് കണ്ട് ലാവ് പോലും കൊതിച്ചോട്ടെ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിയിലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയിലേ. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് വിനോദേട്ടാ. അപ്പൊ ഇത്രയും നേരം നമ്മൾ കുറെ പാട്ടും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് സമയം പോയത് അറിഞ്ഞില്ല. ഇന്റർവ്യൂ ആണെന്നൊക്കെ മറന്നു പോയി ചില സമയത്ത്. നമ്മളൊരു സംഗീത, അതെ, പിന്നെ അതുപോലെ ഒരു സംഗീത സദസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മൾ പിന്നെ അതെ. അപ്പൊ വിനോദേട്ടാ, അപ്പൊ എല്ലാവിധ ആശംസകളും. ഇനിയും നല്ല നല്ല പാട്ടുകളൊക്കെ പാടാൻ കഴിയട്ടെ. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട്. ആ പാട്ട് ഇപ്പൊ റിലീസ് ആവും. സിനിമയുടെ പേര് എന്നും എന്നാണ് സിനിമയുടെ പേര്. ഞാനും നമ്മുടെ ദേവനന്ദ എന്നൊരു ഒരു മോളുണ്ടല്ലോ, നമ്മുടെ റിയാലിറ്റി ഷോയിലുള്ള അവളും ഞാനും കൂടിയാണ് പാടിയത്. നല്ല ഡ്യൂറ്റ് സോങ് ആണ്. അപ്പൊ അടുത്ത ദിവസം ഇറങ്ങും. അപ്പൊ നമുക്ക് അതിനായിട്ട് പ്രതീക്ഷിക്കാം, അല്ലെ പ്രതീക്ഷിച്ച് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇനിയും നല്ല നല്ല പാട്ടുകൾ സിനിമയിലും അല്ലെങ്കിൽ ആൽബം എല്ലാമായിട്ട് പാടാൻ സാധിക്കട്ടെ. പിന്നെ അതുപോലെ നല്ല നല്ല കഥാപാത്രങ്ങൾ സിനിമയിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെയധികം നന്ദി വിനോദേട്ടാ, ഇത്ര നേരം നമ്മളോട് ഇത്രയും വിശേഷങ്ങളും പാട്ടൊക്കെ പാടിയതിന്. വൃന്ദയോടും നന്ദി. കാരണം നമ്മൾ ഒരു ഇന്റർവ്യൂയിലൂടെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അന്ന് വൃന്ദ പറഞ്ഞാണ് നമുക്ക് മറ്റൊരു ദിവസം ഇങ്ങനെ ഇരിക്കണം, കൂടുതൽ സംസാരിക്കണം. അതൊന്ന് സാധ്യമായി. ഓക്കെ, താങ്ക് യു വെരി മച്ച്.